വീണ്ടും ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തീർത്തും ദാരുണമായിട്ടുള്ള വാർത്ത ഈ നിമിഷം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഇടുക്കി പെരുവന്താനം ടി എസ്റ്റേറ്റിൽ ചെന്നപ്പാറയ്ക്ക് സമീപത്താണ് ആക്രമണം ഉണ്ടായത്. മതമ്പ സ്വദേശി സോഫിയയാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുകയാണ്. ജെയിൻ, വീണ്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് പങ്കുവയ്ക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് തീർത്തും സങ്കടകരമായിട്ടുള്ള കാര്യം. എപ്പോഴാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്? തൽക്ഷണം തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. അക്ഷയ, വൈകിട്ട് 6 മണിയോടെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് കരുതുന്നത്. ഈ ചെന്നാപ്പാറ സ്വദേശിയായിട്ടുള്ള TR&D എസ്റ്റേറ്റിൽ താമസിക്കുന്ന സോഫിയ കുളിക്കാനായി പോയതാണ്. ഈ സമയത്ത് ഇവർ മടങ്ങി എത്താത്തതിനെ തുടർന്ന് മകൻ അന്വേഷിച്ചു പോവുകയും ആ സമയത്ത് അമ്മയെ ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. നെല്ലിവിള വീട്ടിൽ ഇസ്മായിലിന്റെ ഭാര്യയാണ് സോഫിയ. 45 വയസ്സായിരുന്നു. TR&D എസ്റ്റേറ്റിലാണ് താമസിച്ചിരുന്നത്. ഈ മേഖല നമുക്കറിയാം വനത്തിനോട് ചേർന്നുള്ള ഒരു മേഖലയാണ്. പെരിയാർ ടൈഗർ റിസർവിന്റെയും അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയുടെ അതിർത്തിയിൽ ശബരിമല റിസർവും ശബരിമല വനമേഖലയുമായി ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഇടുക്കി ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിർത്തി മേഖലയാണ്. അവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയും ഒരു മനുഷ്യജീവൻ കൂടി നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഈ വർഷം, അതായത് ഏറ്റവും ഒടുവിൽ 29-ാം തീയതി മുതൽ ഇന്ന് വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ മാത്രം കാട്ടാനയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെടുന്ന 3ാമത്തെ ജീവനാണ് സോഫിയയുടേത് എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യം നമുക്കറിയാം മുള്ളരിങ്ങാട് അമീർ ഇബ്രാഹിം എന്ന് പറയുന്ന 22 വയസ്സുകാരൻ കൊല്ലപ്പെട്ടു. അതിനുശേഷം കഴിഞ്ഞ ദിവസം മറിയൂരിൽ ആദിവാസിയായിട്ടുള്ള ബിമൽ എന്ന് പറയുന്ന മധ്യവയസ്കൻ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇന്ന് വീണ്ടും ഒരു കാട്ടാന ആക്രമണത്തിൽ ഒരു മനുഷ്യജീവൻ കൂടി നഷ്ടപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഒന്ന് വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഇപ്പോൾ ചൂട് കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വന്യജീവികൾ കൃഷിയിടത്തിലേക്കും അരുവികൾ തേടിയും ഇറങ്ങി വരുന്ന ഒരു സമയമാണ്. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ് എന്നാണ് കരുതുന്നത്. കാരണം സോഫിയ കുളിക്കാൻ പോയത് ഒരു അരുവിയിലാണ്. അവിടെ വെള്ളം കുടിക്കാനോ മറ്റോ എത്തിയതായിരിക്കാം ഈ കാട്ടാന എന്നാണ് കരുതുന്നത്. പ്രാഥമികമായി ഉള്ള വിവരമനുസരിച്ചാണ് ഇത് പറയുന്നത്. ആ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് കരുതുന്നത്. കാരണം ആ സമയത്ത് ഇവരുടെ ഒപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായി പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. രക്ഷാപ്രവർത്തകർ വളരെ വൈകിയാണ് അങ്ങോട്ട് എത്തിയത്. ആളുകൾ കേട്ടറിഞ്ഞൊക്കെ അങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മൃതദേഹം അവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യവും വേദന നൽകുന്ന ഒരു കാര്യമാണ്. തുടർച്ചയായിട്ട് വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നു. പക്ഷെ എന്തെങ്കിലും കാര്യമായി ഇതിനെ പ്രതിരോധിക്കാൻ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. തുടർച്ചയായി മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുകയും നഷ്ടപരിഹാരം മാത്രം നൽകി പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ പോംവഴി എന്നുള്ളതാണ് ഇനി മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകേണ്ടത് വനംവകുപ്പാണ്. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സോളാർ ഫെൻസിങ്ങും അതോടൊപ്പം തന്നെ ട്രെഞ്ചും നിർമ്മിച്ച് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് കഴിയില്ല എന്നുള്ളതാണ് ഇത് മുമ്പുള്ള നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങൾ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാത്തതിനടക്കം മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആ പ്രദേശത്ത് ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്തേക്ക് എത്തണം എന്നൊരു ആവശ്യം പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് നമുക്കറിയാം മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രതിഷേധം അവിടെയും ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരിക്കാം ഒരുപക്ഷെ പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. എന്തായാലും അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. മൃതദേഹം ഇനി പുറത്തേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ്. ആ നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. വനംവകുപ്പും പോലീസും കടന്നതായി നമുക്ക് കൃത്യമായിട്ടുള്ള വിവരമില്ല. എന്തായാലും അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തണം എന്നതാണ് ആ പ്രദേശത്തുള്ള ജനകീയ പ്രതിഷേധത്തിന് പ്രദേശം സാക്ഷ്യം വഹിക്കുകയാണ്.